വാർദ്ധക്യത്തിൽ നെയ്യിൻ്റെ പ്രാധാന്യം. നെയ്യ്, ഘീ അഥവാ ഘൃതം, സംസ്കൃതത്തിൽ ഘൃതം എന്നറിയപ്പെടുന്ന പശുവിൻ നെയ്യ്. പൊതുവെ ശസ്തം, ധീ, സ്മൃതി, മേധ, അഗ്നികാംക്ഷിണ, അതായത് ഇൻ്റലിജൻസ്, അത് ഓർമ്മ, അതുപോലെ തന്നെ വിശപ്പ്, ഏറ്റവും നല്ല ഡൈജസ്റ്റീവ് പവറൊക്കെ ആഗ്രഹിക്കുന്നവർക്കാണ് നെയ്യ് ഇൻഡിക്കേറ്റർ ആയിട്ടുള്ളത്. പൊതുവെ നെയ്യ് എന്നുള്ളത് വാതപിത്തഹരമാണ്. അത് പുകച്ചിൽ തുടങ്ങിയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ഡിസീസ്, വാതപിത്ത സ്പെക്ട്രത്തിൽ വരുന്ന ഡിസീസുകളെ ഹരിക്കുന്നതാണ് ഈ നെയ്യ് എന്ന് പറയുന്ന ഒരു ആഹാരപദാർത്ഥം. പിന്നെ ജനറലി ചിൽഡ്രൻസിൽ ഇൻഡിക്കേറ്ററാണ്, വൃദ്ധന്മാർക്ക് ഇൻഡിക്കേറ്ററാണ്, സൗകുമാര്യം ആഗ്രഹിക്കുന്ന ഇൻഡിക്കേറ്ററാണ്, ലോങ്ഗിവിറ്റി, ദീർഘായുസ് ആഗ്രഹിക്കുന്നവർക്ക് ഇൻഡിക്കേറ്ററാണ്. പല ഗുണങ്ങൾ നെയ്യിന് ആയുർവേദം പറയുന്നുണ്ടെങ്കിലും വാർദ്ധക്യത്തിൽ പ്രധാനമായിട്ടും എന്തുകൊണ്ട് ഇൻഡിക്കേറ്റർ ആയിരിക്കുന്നു? നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് വെസൽസ് 3 ലെയേഴ്സാലാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. തീക്ക, മീഡിയ, ഇൻറ്റേണ, എക്സ്റ്റേണ. തീക്ക, മീഡിയ എന്നറിയപ്പെടുന്ന ലെയർ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള ഫാറ്റുകൾ കൊണ്ടാണ്. ആ വെസൽസിൻ്റെ ആരോഗ്യത്തിന് നെയ്യിൻ്റെ ഉപയോഗം ഏറ്റവും ഫലപ്രദമാണ്. കാരണം ഇത് നല്ല കൊളസ്ട്രോളിനെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു, ഇതുപോലുള്ള വെസലുകളുടെ ആരോഗ്യം പരിപാലിക്കുകയും ചെയ്യുന്നു. സ്ട്രോക്ക് പോലുള്ള കണ്ടീഷൻസിൽ നിന്ന് ഒരു പ്രിവെൻഷൻ എന്ന ആസ്പെക്റ്റിലും വർക്ക് ചെയ്യുന്നു. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, HDL പോലുള്ള സാധനം വർദ്ധിപ്പിക്കുന്നത് ഈ നല്ല നെയ്യ് മാത്രമാണ്. ഡാൽഡ പോലുള്ള വനസ്പതി പോലുള്ള നെയ്യുകൾ ഉപേക്ഷിക്കേണ്ടതാണ്. അത് ആരോഗ്യത്തിന് ഒട്ടും ഹിതകരമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. താങ്ക് യു.